ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു നാടൻ തോരനാക്കാൻ പോകുന്നത്. നല്ല ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു തോരനാക്കാം. കൂടെ ഞാൻ കുറച്ച് ചിരവിയ തേങ്ങയും വെളുത്തുള്ളിയും അതുപോലെ താളിപ്പിനുള്ള സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീര വെക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ പുതിയ കിച്ചണിലേക്കൊക്കെ കയറുന്ന പുതിയ കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓരോ നാട്ടിലും ഓരോ തരത്തിലല്ലേ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചീരയൊക്കെ നമ്മൾ യൂഷ്വലി ഈ ചോപ്പിംഗ് ബോർഡിനേക്കാളും എനിക്ക് പേഴ്സണലി എളുപ്പം തോന്നുന്നത് ഇതുപോലെ നാടൻ നമ്മുടെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ച് അരിയുമ്പോഴാണ്. അപ്പോൾ അതിന് ഒരു ടേസ്റ്റും കൂടുതലാണ്. കാരണം നല്ല ഈവണായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു തോരനാണിത്. എന്താ വെച്ചാൽ നമ്മൾ പച്ചച്ചീരേനെ കമ്പയർ ചെയ്താൽ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ റെഡ് കളർ ചീര തന്നെയാണ്. ഇനി നമ്മൾ ഇതുപോലെ വാരി അരിയെന്ന് പറയും. നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ വാരി എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അരിയാണെങ്കിൽ അതിന് മൈന്യൂട്ടായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പഠിച്ച ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു കട്ടി ചീനച്ചട്ടിയിൽ ചീര എടുത്തിട്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട. ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു മിനിറ്റോളം ചെയ്യുമ്പോൾ അതൊന്ന് താണ് വരും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇടാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമല്ലോ. അപ്പോൾ ആദ്യം ഉപ്പിട്ടാൽ ചിലപ്പോൾ അധികമായി പോവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 to 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുക. അപ്പോൾ സിമ്പിളാണ്, പക്ഷേ വളരെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ വൈറ്റമിൻ എ അതുപോലെ തന്നെ അയൺ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മെയിൻ സോഴ്സാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഫൈബറും ഉണ്ടല്ലോ ചീരയിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കേണ്ടതാണ്. ഇതിനകത്തേക്ക് ഞാൻ ചിരവി വെച്ച തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ കുറച്ച് നന്നായിട്ട് ഇട്ടാൽ ഇനിയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ അരിയേണ്ട ഒരു കുറച്ച് പണി മാത്രമേ ഇതിലുള്ളൂ അല്ലേ. കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് റെഡിയാക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. വേറെ ഒരു എണ്ണയും എനിക്ക് തോന്നില്ല ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കര രസമാണ് ചീരേനകത്ത്. ഇനി ഞാൻ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഒരു 6-7 അല്ലിയുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ചീരയുടെ. അപ്പോൾ അത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ചീരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ പുതിയ ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു ന്യൂ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.